ഈ റെസ്റ്റോറൻറ്റ് എനിക്ക് റെക്കമെൻഡ് ചെയ്തത് വേറെ ലെവലാണ്. ഇവിടുന്ന് ബിരിയാണി മസ്റ്റായിട്ട് കഴിക്കണമെന്നൊക്കെ പറഞ്ഞാൽ പരനാറിനെ തിരിച്ചു പോണ വഴി ഞാൻ എങ്കിലും കണ്ടിരുന്നെങ്കിൽ അവൻ്റെ അന്ത്യം വരുന്നതിനെ. എൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും മനസ്സിലാവും. അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ ഒരു വളരെ നല്ല മോൻ പറഞ്ഞ നാസി ഖണ്ടാർ എന്ന് പറഞ്ഞ നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. നാസി ഖണ്ടാർ KL എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി ഫുഡ് കഴിക്കാൻ പറഞ്ഞു. പിന്നെ തൊട്ടപ്പുറത്തൊരു ABC എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ പോയി കഴിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് കഴിക്കാം, നാളെ ABC നിന്ന് കഴിക്കാം. ഞങ്ങൾക്ക് ഇനിയും 5 ദിവസം കിടപ്പുണ്ട്. ആണ് നാസി ഖണ്ടാർ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ സെക്കൻഡ് ഡേ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നേക്കണേ കേട്ടോ. നാസി ഖണ്ടാർ എന്ന് പറഞ്ഞൊരു KL എക്സ്പ്രസ് ഹോട്ടൽ. ഇവിടെ നാൻ തന്തൂരി അങ്ങനെ പല സാധനങ്ങളുണ്ട്. ഇവിടുത്തെ കുറേ മലേഷ്യൻ ടൈപ്പ് ഫുഡും ഇന്ത്യൻ ടൈപ്പ് ഫുഡും ഒക്കെ ഉണ്ട്. നാസി ഖണ്ടാർ എന്ന് പറഞ്ഞാൽ ആ സാധനം ഉണ്ട്, ആ ഒരു ഇലയിലുള്ള ഒരു സദ്യ പോലെ ഇരിക്കുന്ന സാധനം, നോൺ വെജ് സദ്യ പോലെ. നാസി ബിരിയാണി, ചിക്കൻ ഗോറൻ, അയം ടിക്ക, അയാം ബവാങ്, കാരി അയാം, കുറേ സാധനം ഉണ്ട് ഇവിടെ. ഇവിടെ ദോശ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ഓ ഇടൂ മെനു, കുറേ സാധനങ്ങളുണ്ടല്ലോ. വെയ്പ്പ് ഷോപ്പ് ഇവിടെ ലീഗലാണോ? നമ്മളവിടെ ലീഗലാണല്ലോ, പക്ഷേ വെയ്പ്പിൻ്റെ ഒരു ഷോപ്പ് തന്നെ. ഇപ്പം 100+ ഉണ്ട്, കൊക്കക്കോളുണ്ട്, ബാർബിക്കാനുണ്ട്, വെള്ളമുണ്ട്. ഇവിടെ ഒരു കുന്നു സാധനം ഉണ്ട് കേട്ടോ കഴിക്കാൻ, പൊട്ടിക്കാനായി ഉൾപ്പെടെ. ദോശ. ഇതിലും ദുരന്തമായിട്ടൊരു ബിരിയാണി എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ ചിക്കൻ ബിരിയാണി ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഇത് വകയിലെ ബിരിയാണി വിളിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവിടുത്തെ ബിരിയാണി ഇങ്ങനെ ആയിരിക്കും അല്ലേ? ഓക്കെ, ഭാഗ്യം ഞാൻ പറഞ്ഞില്ല. ഞാൻ മീൻ കുറഞ്ഞാണ് പറഞ്ഞത്, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഞാൻ ബീഫ് മീൻ കുറഞ്ഞാൽ പറഞ്ഞേക്കണം. ബീഫ് ബിരിയാണി വന്നു, ബീഫ് ബിരിയാണി. ഇതിനെ ബിരിയാണി എന്ന് പേരിട്ട് ആ മഹാനൊന്ന് കണ്ടിരുന്നെങ്കിൽ എനിക്കൊന്ന് തൊഴാമായിരുന്നു. നന്നായിട്ട് വെന്ത ഒരു ഇറച്ചിക്കറിയുടെ കൂടെ കുറച്ച് മന്തി റൈസും കുറേ ഒലത്തിയ അച്ചിങ്ങയും. ഇതിനെയാണ് ഇവർ ബിരിയാണി എന്ന് പറഞ്ഞ പേരിട്ട് വെച്ചിരിക്കുന്നത്. അതേ അച്ചിങ്ങ. ഇത് കഴിച്ച് എല്ലാവരും മൂഡൗട്ടായി പോയി. ചിങ്ങൊലത്തിയത് ബിരിയാണിയിലാണ്. മൈ ഗോഡ്, ഒഫീഷ്യലി ഞാൻ രക്ഷപ്പെട്ടു ഗൈസ്. ഞാൻ മീൻ കുറങ്ങ് പറഞ്ഞായിരുന്നു. ചിക്കൻ ഫ്രൈ ഓർഡർ ചെയ്തപ്പോൾ ബിരിയാണി കിടന്നിരുന്ന അതേ ചിക്കൻ തന്നെ കൊണ്ടുവന്നു. ഇത് കഴിക്കുന്ന ഇവരുടെ അവസ്ഥ നിങ്ങൾ കണ്ടോട്ടെ, നല്ല രസമാണ്. എല്ലാവരും ഇറക്കാൻ വേണ്ടി വെള്ളം തപ്പാണ്. ഒറ്റ ഗ്ലാസ് വെള്ളം പോലും കൊണ്ടുവന്ന് തന്നിട്ടില്ല അവർ. മട്ടൻ ബിരിയാണിയാണ് പറഞ്ഞത്. അമ്മ പറയണ മട്ടൻ നല്ലൊരു വെന്തട്ടണമെന്നൊക്കെയാണ്. വെന്തിട്ടുണ്ടോ? ഓക്കെ, ഇത് ബിരിയാണി എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. മനസ്സിന്റെ ഉള്ളിൽ കരയാണ്. എൻ്റെ ബിരിയാണി ഇങ്ങനെയല്ല, എൻ്റെ മനസ്സിലുള്ള ബിരിയാണി ഇങ്ങനെയല്ല. എനിക്ക് ദം ബിരിയാണിയാണ് താല്പര്യം. ഈ കാണുന്ന സാധനമാണ് ഐസ് കെസാൻ. അത് പറ്റിയാൽ നമുക്ക് മേടിക്കാം. ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഫ്ലോപ്പ് ആയതുകൊണ്ട് മീകറും അങ്ങനെ ആവുന്നുള്ള പേടിയിലായിരുന്നു ഞാൻ. അപ്പോഴേക്കും അമ്മ ഓർഡർ ചെയ്ത ബട്ടർ നാൻ വന്നു. പക്ഷെ കൂടെ തന്നെ എന്താണെന്നറിയാമോ? പുതിന ചട്നിയും സാമ്പാറും. നോർത്ത് ഇന്ത്യൻസ് ഈ വീഡിയോ കാണുമ്പോൾ അവർ തലറങ്ങി വീഴുമിക്കോറും. അപ്പോഴേക്കും എൻ്റെ മീകുറങ്ങ് വന്നു. കണ്ടിട്ടൊരു വശപശക്കായതുകൊണ്ട് ഒന്ന് മണത്ത് നോക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. മണം കറക്റ്റാണ്. ഇത്ര ഐറ്റം വന്നതിൽ അപരാധമല്ലാത്ത ഒരേ ഒരു സാധനം ഒരു 3 സ്റ്റേറ്റിൽ നമുക്ക് വന്നിട്ടുണ്ട് ഓൾറെഡി. ഇത് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, ടേസ്റ്റ് ഞാൻ ബാക്കി പറയാം. കുഴപ്പമില്ല, കുഴപ്പമില്ല, ഞാൻ രക്ഷിച്ചു. ഇത് കുഴപ്പമില്ല. പക്ഷെ അവൻ 2 സാധനം മിസ് ചെയ്തു. മെയിനായിട്ട് നാരങ്ങ കൊണ്ടുവന്നിട്ടില്ല. നാരങ്ങ പിഴിഞ്ഞ് കുടിക്കാൻ കഴിക്കേണ്ട ഒരു സാധനമാണ്. ഇതിനടുത്ത് ഉണക്കമീനില്ല, എന്തോ ഫിഷ് സോസ് അതുണ്ട്. നല്ല മസാല ഉണ്ട്, നല്ല ഉഗ്ര മസാല.
എല്ലാവരും കട്ട മൂഡോട്ടായി എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ കയറിയത് തന്നെ വലിയൊരു അബദ്ധം എന്നുള്ളൊരു ഡിസ്കഷനായി പിന്നെ എല്ലാവരും തമ്മിൽ. ബീഫ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ബീഫ് നല്ല കുക്കായിട്ടുണ്ടായിരുന്നു. ബീഫ് അസലായിട്ട് കുക്കായിട്ടുണ്ട്. ബീഫ് കൊള്ളാം. പക്ഷേ നമ്മൾ ഇത്ര ദിവസത്തിൽ മീൻ കുറങ്ങി ഞാൻ പലയിടത്തുനിന്നും ഇപ്പോൾ കഴിച്ചില്ല. അത് വെച്ച് പറയുമ്പോൾ ഇതൊരു ഒരു തമിഴ് വൽക്കരിക്കപ്പെട്ട ഒരു സാധനമാണ്. ഞാനത് വീരാണ്. അതാണ്. പക്ഷെ തമിഴ് വേണം തോന്നുന്നു. ഏറ്റവും അടിപൊളി സാധനം ഞാൻ പറഞ്ഞുതരാം. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ കിളി പാറും. പഞ്ചാബിയൊക്കെ ഉണ്ടാവില്ല, അവൻ അവിടുന്ന് വണ്ടി വിളിച്ചുകൊണ്ട് അടിക്കും. ഞാനിൻ്റെ കൂടെ സാമ്പാർ കൊടുക്കും. പുതിന ചട്നിയും സാമ്പാറും ഒരുപോലെ വേറെ ലെവൽ തോൽവിയായിരുന്നു. ഞാൻ കഴിച്ചു തീർത്ത എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് മാത്രം അറിയാം. ഈ നീറ്റ്നെസ് ഒക്കെ കണ്ടാണ് കയറിയത്. ഇത്ര വലിയ ദുരന്തമാണെന്ന് പ്രതീക്ഷിച്ചില്ല. ഒരു ക്യാഷ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എത്രയാണെന്ന് നോക്കാം. എത്ര മനസ്സ് കൊടുത്ത് എങ്ങനെയെങ്കിലും റൂമിൽ പോയാൽ മതി എന്നായി എല്ലാവർക്കും. പക്ഷെ എൻ്റെ പൊന്നോ, ആ കണ്ണീരൊന്നും തുടച്ചു കളയോ? എത്രയെന്ന് അറിയാമോ? പറഞ്ഞേ. ആ, ഇത്രയും കിടിലം ഫുഡാണ് ഇന്നലെ 62 കഴിച്ചത്. ഈ അപരാധം കഴിച്ചത് 92. ബില്ല് എത്രയെന്ന് അറിയാമോ? 92. നമ്മൾ ഇന്നലെ കഴിച്ച കിടിലം ഫുഡ് 62 ആയുള്ളൂ. ആ, ഈ കാട്ടപരാധത്തിനാണ് ഈ 92 കൊടുത്തതെന്ന് ആലോചിക്കണം. 92 അല്ല 95. ഞാനേ ഇപ്പം നിങ്ങൾ ഇത് ഞാൻ പറയുമ്പോഴേക്കും നിങ്ങൾ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പൊതുവേ ഇങ്ങനെ ഞാനൊരു റെസ്റ്റോറൻറ്റിനെ പറ്റി പറയാത്തതാണ്. പക്ഷേ അതിനൊരു പോസിറ്റീവ് കാര്യം പറയാം. കിച്ചൺ ഞാൻ അരിച്ചു പറക്കി നല്ല നീറ്റാണ്. അത്യാവശ്യം സെമി ഓപ്പൺ കിച്ചണാണ്, നല്ല നീറ്റാണ്. അത് മാത്രമേ ഈ കടയെപ്പറ്റി എനിക്കൊരു പോസിറ്റീവ് പറയാനുള്ളൂ. കാരണം ഞാൻ ഇത്രയും ഒരു ദുരന്ത ഫുഡ് ഈ അടുത്തൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. അതൊന്ന്. രണ്ടാമത് 3 സ്റ്റേറ്റിനെ അവന്മാരെ അപമാനിച്ചു കിട്ടിയതിന് തുല്യമാണ്. പഞ്ചാബി ഫുഡായ നാൻ്റെ കൂടെ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ ഫുഡായ നാൻ്റെ കൂടെ മയോണൈസും നമ്മുടെ സാമ്പാറും കൊടുത്ത് അവന്മാരെ കൊന്ന്. ഇത് കൂടാണ്ട് ഈ കണ്ട ബിരിയാണി, ഇത് വകയിലെ ബിരിയാണി എന്ന് വിളിക്കുന്നത്. എന്താണ് ബിരിയാണി? മീറ്റ് റൈസിൻ്റെ ഒപ്പം കുക്ക് ചെയ്ത് ഉണ്ടാക്കുന്നൊരു ഡിഷാണ് ബിരിയാണി. ഇവന്മാർ ഈ കൊടുത്തത് മന്തി റൈസ് വിത്ത് അച്ചിങ്ങ ഒലത്തിയതും പിന്നെ കറിയാണ്. ഇതാണ് ബിരിയാണി. എന്ത് തേങ്ങയാണ് കൊടുത്തത്? ഇത് ബിരിയാണിയാണെന്ന് പറഞ്ഞ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്കാണ് കലിമൂത്ത് വരേണ്ടത്. ഒന്നാമത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഡിഷാണ് ബിരിയാണി. അതിനാണ് ഇവർ കാട്ടവരാതെ ഈ കോപ്പാക്കി വെച്ചത്. ഒന്നും പറയണ്ട. ഏത് രാജ്യമായാലും ബിരിയാണിയോട് ഇമ്മാതിരി നീതികേട് കാണിക്കരുത്. ഇത്രയും വൃത്തികെട്ട ഒരു പരിപാടി കാണിക്കരുത്. ഈ ഡിഷിനെ നിങ്ങൾ മന്തി റൈസ് വിത്ത് അല്ലെങ്കിൽ മറ്റേ മജ്ബൂസ് റൈസാ വിത്ത് കറിയെന്നും പറഞ്ഞു കൊടുക്കും. ഇത് എന്തൊരു അപരാധമാണ്. വിത്ത് അച്ചിങ്ങൊലത്തി. ലോകത്ത് എവിടെയാണ് ബിരിയാണിയോട് അച്ചിങ്ങൊലത്തി കൊടുക്കുന്നത്? അച്ചാറില്ല, പോട്ടെ, അച്ചാറും വേണ്ടെന്ന് പറയാം. സാലഡെങ്കിലും കൊടുത്തുകൂടെ? ഒന്നും വേണ്ട. ഇത്രയും സ്ഥലങ്ങളിൽ പോയാൽ ഇങ്ങനൊരു ദുരന്തം ഞാൻ വേറെ അനുഭവിച്ചിട്ടുണ്ടാവില്ല. ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടെന്ന് വെക്കാനുള്ള മര്യാദ പോലുമില്ല. പോട്ടെ, ഒരു ഗ്ലാസ് പോട്ടെ, ഒരു ജഗ് വെച്ചുകൂടെ വെള്ളത്തിൻ്റെ? അതുമില്ല. ചൂടുവെള്ളമില്ല, പച്ചവെള്ളമില്ല. ഉണ്ട്, വെള്ളം ഒരുപാടുണ്ടായിരുന്നു. എന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പുതിന ചട്നി ഉണ്ടായിരുന്നു നമ്മുടെ ഇതിൻ്റെ കൂടെ. ആ പുതിന ചട്നിയിൽ പുതിനയും മുളകും നീന്തി കളിക്കണമായിരുന്നു അപ്പുറം ഇപ്പുറം വിട്ടിരുന്നിട്ട്. മറ്റേ മുളക് ചട്നിയുടെ അകത്ത് പുതിന ഗസ്റ്റ് റോള് വന്നാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് അവസ്ഥ. സത്യം പറയാമല്ലോ, എൻ്റെ ഈ അടുത്ത് ഞാൻ കഴിച്ച് വെച്ച് വൺ ഓഫ് ദ വേസ്റ്റ്, അൾട്രാ വേസ്റ്റ് എക്സ്പീരിയൻസ്. അതെനിക്ക് പറയാനുള്ളത്. വെറുതെ ഫുഡ് തരാമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഇവിടെ നിന്ന് യൂട്ടേൺ അടിച്ച് വേറെ എവിടെയെങ്കിലും പോകും. പൊതുവേ വളരെ നല്ല ഫുഡ് എക്സ്പീരിയൻസസ് ഞങ്ങൾക്ക് നൽകിയ ഒരു രാജ്യമാണ് മലേഷ്യ. കഴിഞ്ഞ തവണ വന്നപ്പോഴും ഇത്തവണയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ഇങ്ങനൊരു വേറെ ഭാഷ എനിക്ക് വരുന്നത്, ഇങ്ങനത്തെ ഒരു ഫുഡ് ഇവിടെ കിട്ടും എന്ന് മനസ്സിലാക്കി തന്നതിന് ഈ റെസ്റ്റോറൻറ്റ് ഒരുപാട് നന്ദിയുണ്ട്.